മാൻഡ്രേക്ക് സ്ഥാനത്ത് നിന്ന് അനസൊക്കെ മാറി ശാബാദായിട്ടുണ്ടോ? ഒരു മാസമായിട്ട് കളി കേൾക്കാത്തത്. മാസമാണ് ഈ ആഴ്ചക്ക്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡെയിലി ബ്ലോഗ് ഡേ 33. ഇന്നലെ നമ്മൾ അബുദാബി മദീന സൈഡിലെ സമ്മിറ്റ് സ്കൂളിലെ മാച്ച് ഡേ ആയിരുന്നു. കളി തുടങ്ങിയപ്പോൾ പോലും ഫുള്ള് ശ്രാവണിൻ്റെ ഡിഫെൻസീവ് ഷോ എന്ന് പറയേണ്ടി വരും. ഫുൾ ക്ലിയറൻസ്, അതുപോലെ സൈഡ് ടാക്കിൾസ്, ഹെഡർ ക്ലിയറൻസ്, മാച്ച് ഉടനീളം ശ്രാവണിൻ്റെ കൺട്രോളിൽ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളും മാച്ച് യൂസ്ഡായി പൊസിഷൻ കീപ്പ് ചെയ്ത് കളിക്കാൻ തുടങ്ങി. ഒരുപാട് വലിയ വെക്കേഷന് ശേഷം തിരിച്ചു വന്ന ഷെയറും അതുപോലെ തന്നെ ഹാഫീസൊക്കെ കൂടി നമ്മൾ മാച്ച് ബിൽഡ് ചെയ്ത് തുടങ്ങി. എന്നാലും അവരുടെ ഡിഫെൻസീവ് ലൈന് കട്ടയ്ക്ക് നിന്ന് ദാനിഫ് ആയാലും ശ്രാവണായാലും ഒക്കെ ഇത് നമ്മളെ ഷെയറിനെ എടുത്തിട്ട് അമീർക്ക് വലിച്ചിട്ട് പിന്നെ തോളിച്ചക്കൻ്റെ കട സ്വീറ്റ് റിവഞ്ചായിട്ട് നട്ട് ബാഗ് ഇട്ടുകൊണ്ടാണ് ചെക്കൻ തിരിച്ചു വന്നത്. മാച്ച് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ ഷഹബാദിൻ്റെ അറ്റാക്ക് 3 പ്ലേയേഴ്സിനൊക്കെ വെട്ടി മാറ്റി പോയതാണ്. പക്ഷേ സൂപ്പറായിട്ട് സേവ് ആയിരുന്നു നിയാസിൻ്റെ ഭാഗത്തുനിന്ന്. നിയാസ് ബാക്ക് ടു ബാക്ക് ഇടിലും സേവുകളായിരുന്നു. നിയാസായിരുന്നു ഇന്നലത്തെ മാച്ചിലെ ഡിഫറൻസ് എന്ന് പറയാം. അതിൻ്റെ ഇടയിൽ ഒരു കൗണ്ടറിൽ സാബിറിൻ്റെ ഗോള്, അതേ കൗണ്ടറിൽ അവരുടെ സൈഡിൽ നിന്ന് ഇർഷായിൻ്റെ ഗോള്. മാച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ഫർദീൻ്റെ ഒരു സൂപ്പർ ഗോൾ ഉണ്ടായിരുന്നു, ലോങ് റേഞ്ച് ഗോള്. അവരുടെ ഭാഗത്തുനിന്ന് നല്ല ട്രൈ ഉണ്ടായിരുന്നു. മറ്റേ നിയാസ് മാച്ചിൻ്റെ ഡിഫറൻസ് ആയിട്ട് അവിടെ കരുത്തായിട്ട് നിന്ന്. അങ്ങനെ മാച്ച് ഉള്ള കാര്യം പറയുകയാണെങ്കിൽ ഒടുക്കത്തെ ഹ്യൂമിഡിറ്റി ആയിരുന്നു. വെച്ചാൽ ഒടുക്കത്തെ ഹ്യൂമിഡിറ്റി ആയിരുന്നു. ഇത്ര ദിവസം നമ്മൾ കളിച്ചാൽ ഏറ്റവും കൂടുതൽ ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്ന ദിവസം ഇന്നലെ എന്ന് തോന്നിപ്പോയി. അതുപോലത്തെ ഹ്യൂമിഡിറ്റി ആയിരുന്നു. നമ്മൾ മാക്സിമം ഗോൾ സ്കോർ ചെയ്തിരുന്നൊക്കെ കൗണ്ടർ അറ്റാക്കിലാണ്. കൗണ്ടർ അറ്റാക്കിൽ നിന്ന് വീണ്ടുള്ളൊരു ഗോള്. ആ ഒരു ഭാഗത്തുനിന്ന് നല്ല മുന്നേറ്റങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ ഡിഫൻസിൽ സാബിറും അതുപോലെ തന്നെ ഹാഫിസും ഷെയ്റും സൽമാനൊക്കെ കൂടി ഒരു പരിധി വരെ അതൊക്കെ തകർത്തിട്ടു. പിന്നെ നമ്മുടെ മെയിൻ ഡിഫറൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നലത്തെ മാച്ചിലെ നമ്മുടെ ഗോൾ കീപ്പറായിട്ടുണ്ടായിരുന്ന നിയാസിൻ്റെ ആയിരുന്നു. അപ്പോൾ അതേ മാൻഡ്രേക്കായിട്ട് ഷഹബാദ് വന്നിട്ടുണ്ട്. ഒരു മാസമായി ഷഹബാദ് കളി ജയിച്ചിട്ടുള്ളത്. ഇത് ഷെയറിൻ്റെ കംബാക്ക് സൂപ്പറാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കാണാം. ബായ്.